ഒരാഴ്ചയായി രാജ്യതലസ്ഥാനത്ത് ജന്തർ മന്ദറിൽ ഒരു സംഘം വനിതാ ഗുസ്തി ചാമ്പ്യന്മാർ രാപ്പകൽ സമരം നടത്തി വരുന്നു. എന്തിനാണ് ഈ സമരം? ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായി എന്താണ് ഇവർ ഉയർത്തുന്ന ആരോപണം? പി ടി ഉഷ ഒരു വനിതയാണ് എന്നോർക്കണം. MP ആയി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ പി ടി ഉഷയ്ക്ക് ഒരു മനം മാറ്റം. ബ്രിജ്ഭൂഷൺ സിംഗ് പറഞ്ഞിരിക്കുന്ന ഇതാണ്: എനിക്ക് ഏത് അന്വേഷണം വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഏത് അന്വേഷണത്തേതും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്, എല്ലാ അന്വേഷണത്തോടും ഞാൻ സഹകരിക്കുന്നതായിരിക്കും. നമസ്കാരം. ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി രാജ്യതലസ്ഥാനത്ത് ജന്തർ മന്ദറിൽ ഒരു സംഘം വനിതാ ഗുസ്തി ചാമ്പ്യന്മാർ രാപ്പകൽ സമരം നടത്തി വരുന്നു. എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴുമുണ്ട്, അല്ലെങ്കിൽ പരസ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യ മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് എന്ന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ പരാതി ഉയർത്തിക്കൊണ്ടാണ്, അയാൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്ത്രീകളായ ഗുസ്തി ചാമ്പ്യന്മാർ അവിടെ ഒരാഴ്ചയായി സമരത്തിലിരിക്കുന്നത്. എന്തിനാണ് ഈ സമരം? ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായി എന്താണ് ഇവർ ഉയർത്തുന്ന ആരോപണം? ലൈംഗിക പീഡനമടക്കമുള്ള പരാതികൾ ഉയർത്തിക്കൊണ്ടാണ് ഈ MP-ക്കെതിരെ അവിടെ വനിതാ ഗുസ്തി ചാമ്പ്യന്മാർ ഇരിക്കുന്നത്, സമരത്തിനിരിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന പോലെ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റായിരിക്കുന്ന അദ്ദേഹം സ്ത്രീകളായ ഈ ചാമ്പ്യന്മാരെ, ഈ വനിതാ താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം BJP ഭരിക്കുന്ന രാജ്യമായതുകൊണ്ടോ എന്തോ അറിയില്ല, ഇതുവരെയായി ഈ ഒരാഴ്ചക്കകത്ത് ഒരാൾ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. നമുക്കറിയാം, അവിടെ പോയത് കെജ്രിവാൾ പോയി കണ്ടിരുന്നു അവരെ, കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പോയി കണ്ടിരുന്നു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ബ്രിജ്ഭൂഷൺ സിംഗിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി അവരെ പോയി കാണാത്തത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയോട് മൻ കി ബാത്തിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഇത് തന്നെയാണ്: നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു തവണ പോലും അവിടെ പോവുകയോ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അവരെ നേരിട്ട് കണ്ട് ചോദിക്കാത്തത് എന്ന്? കൃത്യമായ ചോദ്യമാണത്. അതായത് മൻ കി ബാത്ത് നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിലെ ഒരു MP-യുടെ ചോദ്യമായിരുന്നു അത്. ഇതേ ചോദ്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം അവരെ കണ്ടപ്പോൾ ചോദിച്ചതും. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ആരെ ഭയന്നിട്ടാണ് നടപടിയെടുക്കാത്തത്? ഇതിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു വനിതാ താരമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇത്രയും പരാതി ഉയർന്നിട്ട് പോലും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കൈസർഗഞ്ചിൽ ഇനി ഏത് പാർട്ടിയിൽ അയാൾ നിന്നാലും ജയിക്കും, അതാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. അല്ലെങ്കിൽ കൈസർഗഞ്ചിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അതികായത്വ രീതി അത് തന്നെയാണ്. അദ്ദേഹം ഒരു അതികായനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൈസർഗഞ്ചിൽ. അത് BJP എന്നില്ല, കോൺഗ്രസ് എന്നില്ല, തൃണമൂൽ കോൺഗ്രസ് എന്നില്ല, BSP എന്നില്ല, ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും അദ്ദേഹം അവിടെ നിന്ന് കൈസർഗഞ്ചിൽ നിന്ന് വിജയിച്ച് എത്തിയിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേധാവിത്വം ആ മണ്ഡലത്തിൽ. അതുകൊണ്ടാണോ തങ്ങളുടെ ഒരു MP നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താലാണോ അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കാത്തത്? അതിനിടയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ PT ഉഷയുടെ ഒരു പരാമർശം വന്നിരുന്നു. PT ഉഷ ഒരു വനിതയാണ് എന്നോർക്കണം. MP ആയി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ PT ഉഷയ്ക്ക് ഒരു മനം മാറ്റം. PT ഉഷ പറഞ്ഞത് രാജ്യത്തിൻ്റെ അഖണ്ഡത അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനത്തെ താറടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകൾ ഒരാഴ്ചയായി രാപ്പകൽ സമരം നടത്തുന്നത് എന്നാണ്. ഇതൊക്കെ ഒരു വാസ്തവം, അവർക്ക് ചേർന്ന ഒരു പ്രതികരണമാണോ ഈ PT ഉഷ നടത്തിയിരിക്കുന്നത്? രാഷ്ട്രീയം എന്തുമാകാം, രാഷ്ട്രീയം മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണം. ബ്രിജ്ഭൂഷൺ സിംഗ് പറഞ്ഞിരിക്കുന്ന ഇതാണ്: എനിക്ക് ഏത് അന്വേഷണം വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഏത് അന്വേഷണത്തേതും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്, എല്ലാ അന്വേഷണത്തോടും ഞാൻ സഹകരിക്കുന്നതായിരിക്കും. ഇത് കോൺഗ്രസും ചില വ്യവസായി പ്രമുഖരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വനിതാ റെസ്ലിംഗ് ചാമ്പ്യന്മാർ അല്ലെങ്കിൽ വനിതാ താരങ്ങൾ അവിടെ നിരാഹാരം അല്ലെങ്കിൽ രാപ്പകൽ സമരം ഇരിക്കുന്നത് എന്നാണ്. ഇത്ര ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ടോ
സർക്കാരിന് കഴിയുന്നില്ല, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. ബ്രിജ് ഭൂഷണെ ഭയന്നിട്ടാണോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും ഇവരെന്തിനിങ്ങനെ പറയുന്നു എന്നുള്ളത് പോലും ചിന്തിക്കുന്നില്ല. PT ഉഷയ്ക്ക് പറയാം, ഇവർ രാജ്യത്തിൻ്റെ അഭിമാനത്തെ താറടിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഒരു ഡിസിപ്ലിനും ഇല്ലാതെ, ഒരു മര്യാദയും ഇല്ലാതെ, ഒരു അച്ചടക്കവും ഇല്ലാതെ ഇന്ത്യയിലെ വനിതാ താരങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല എന്ന ഒരു മനോഭാവം ആരുടെ? PT ഉഷ പറയുന്ന വാക്കുകളിലുണ്ട്. MP ആയിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടുള്ളൂ, രാജ്യത്തിൻ്റെ അച്ചടക്കത്തിന് എതിരാണ് ഇത് എന്നൊക്കെ പറയുന്നതാണോ ശരി? അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളും ഒരു വനിതയായി ഒളിമ്പിക്സിലും ഒക്കെ മത്സരിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ്. ആ കൂട്ടത്തിൽ ഖേൽരത്ന അവാർഡ് മേടിച്ചവർ വരെ ഈ കൂട്ടത്തിൽ, ഈ സമരം ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അതെങ്ങനെ ഇവിടുത്തെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഗെയിമായ ഹോക്കി ടീം ട്രെയിനിനകത്ത് കയറി യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥ വരെ നമ്മുടെ ഇന്ത്യയിൽ കാണാറുണ്ടല്ലോ. അപ്പം അതൊന്നും ഈ പറയുന്ന നമ്മുടെ കായിക താരങ്ങളോട് വേണ്ടത്ര ബഹുമാനമോ ആദരവോ ഒന്നും കൊടുക്കാത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറിയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെ ആയിരുന്നാലും ഇത് നീചവും നിന്ദ്യവുമായ പ്രവൃത്തി തന്നെയാണ്. ഈ വനിതാ താരങ്ങൾ ഉയർത്തുന്ന പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയും ഉത്തരവാദിയായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ നടപടി ഉണ്ടാകുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അല്ലാതെ അവർ രാജ്യത്തിൻ്റെ ഒരു തരത്തിലും അവർ രാജ്യത്തിൻ്റെ അച്ചടക്കത്തെയോ രാജ്യത്തിൻ്റെ അഭിമാനത്തെയോ താറടിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിക്കാൻ അവരുടെ പിന്നിൽ യാതൊരു രാഷ്ട്രീയ കോമരങ്ങളും ഇല്ല എന്ന് കൂടി ഓർക്കണം. അവർ തന്നെ വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആരോടും ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വവുമില്ല, രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണിത്, ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ച് അത് അവസാനിപ്പിക്കാൻ, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനും ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന സമരമാണിത് എന്നും അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇതിന് നടപടിയെടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരാണ്. രാഷ്ട്രീയം നോക്കാതെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഈ താരങ്ങൾക്ക് വേണ്ടി, അവർ ഉയർത്തുന്ന പരാതികൾക്ക് വേണ്ടി ഇന്ത്യയുടെ നാണം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വെച്ച് നശിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തുകയും കുറ്റക്കാരനെങ്കിൽ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ നടപടി ഉണ്ടാകുകയും വേണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്.